ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിനു പ്രെറ്റി. വെൽക്കം ബാക്ക് ടു ജിനു പ്രെറ്റി ഹോം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. തമിഴ്നാടുകാരുടെ ഫേവറേറ്റും എന്നാൽ മലയാളികൾക്ക് അത്രയും പരിചിതമില്ലാത്ത ഒരു ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ പേരാണ് പൊങ്കൽ. പൊങ്കൽ രണ്ട് തരമുണ്ട്: വെൺപൊങ്കൽ, ചക്കരപ്പൊങ്കൽ. ചക്കരപ്പൊങ്കൽ എന്ന് പറയുന്നത് ശർക്കര ഇട്ടുണ്ടാക്കുന്നതാണ്. വെൺപൊങ്കൽ എന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ വെൺപൊങ്കലിന് ഒരു കറിയുണ്ട്, കത്രിക്ക കറിയുണ്ട്. ആ കറിയും പിന്നെ ഈ വെൺപൊങ്കലുമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ്. 1 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചെറുപയർ പരിപ്പും നന്നായിട്ട് കഴുകി വെള്ളം വാലുന്നതിന് ശേഷം അതേ ഗ്ലാസ്സിന് 7 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും നെയ്യും ഇട്ട് 3 വിസിൽ വിട്ട് വേകാൻ വെക്കണം. ഈ ചോറ് നന്നായി വെന്തിരിക്കണം. വിസിൽ മുഴുവൻ പോകുന്നത് വരെ കുക്കറിന് വെയിറ്റ് ചെയ്യാൻ വിടണം. പിന്നെ ഒരു പാനിലേക്ക് നെയ്യാണ് വേണ്ടത്. എണ്ണയോ നെയ്യോ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഇത് രണ്ടും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതങ്ങ് ചൂടായി വരുമ്പം അതിലേക്ക് ഉണക്കമല്ലി ചേർക്കണം. ഉണക്കമല്ലി ചെറുതായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഉണക്കമുളക് ചേർക്കണം. ഉണക്കമുളക്, ഉലുവ, ഇത് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടായതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് കായപ്പൊടിയാണ്. കായമുള്ളവർക്ക് കായം അങ്ങനെ ചേർക്കാം. അതല്ല, കായപ്പൊടിയാണെങ്കിലും സാരമില്ല. അതൊന്ന് ആറിയതിന് ശേഷം മിക്സിയിൽ നന്നായി പൊടിച്ചു വെക്കണം. പിന്നെ ഒരു പാനിൽ വെച്ചിട്ട് അതിലേക്ക് നെയ്യോ എണ്ണയോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഊറ്റിയിട്ട് കടുകിട്ടിട്ട് കറിവേപ്പിലയിട്ട് സവാള ഇടുക. സവാള ചെറുതായിട്ട് വഴന്നു വരുമ്പം അതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കും. തക്കാളി ചേർന്ന് നന്നായിട്ട് വഴന്നു വരുമ്പം കത്രിക്ക ഇടണം. അരിഞ്ഞു വെച്ച ചെറിയ ക്യൂബ് രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കത്രിക്ക ചേർക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കാൻ പാടില്ല. കത്രിക്ക അങ്ങ് വെന്ത് അവിഞ്ഞു പോകും. അങ്ങനെ വെന്ത് അവിഞ്ഞു പോകാൻ പാടില്ല. ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കത്രിക്കായും തക്കാളിയും നന്നായിട്ട് ഒന്ന് വേകാൻ വിടണം. ഇത് കുറച്ച് നേരം നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ ആ പച്ച മണമെല്ലാം ഒന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം, ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏതാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വേകാൻ വിടണം. അത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കത്രിക്കായും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നെല്ലിക്കയുടെ അളവിൽ പുളിയെടുത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് ഞെരടി വെക്കാം. അത് ഇതിൻ്റെ തൂറ്റാനുള്ളതാണ്. അതൊന്ന് ഒരു സൈഡിൽ അതങ്ങനെ ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ കത്രിക്കായും നമ്മുടെ തക്കാളിയും വെന്ത് വന്നുകൊണ്ടിരിക്കുവാണ്. ഇതിലേക്ക് നമുക്ക് കരച്ചു വച്ചിരിക്കുന്ന, തമിഴിൽ പറയുന്നത് പുളി കരച്ചതെന്നാണ്. അപ്പോൾ നമ്മൾ ഈ പിഴിഞ്ഞ് എടുത്ത ആ പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒക്കെ ഇടാവുന്നതാണ്. അപ്പോൾ ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നാണ് ഇത് ബാക്കി ഇനി വേകേണ്ടത്. അപ്പോൾ ഈ കറിക്കൊരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരിക്കും. തക്കാളി ഇട്ടിട്ടുണ്ട്, പുളി ഇട്ടിട്ടുണ്ട്. അപ്പം ഈ കറി നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിനാണേലും ദോശയ്ക്കാണേലും ചപ്പാത്തിക്കൊക്കെ ആണേലും ഈ കറി സെപ്പറേറ്റ് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് കരിമ്പ് ശർക്കരയാണ്. ഒന്നുകിൽ ഇച്ചിരി ശർക്കരപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പഞ്ചസാരയോ, എന്തായാലും ഒരു ഇച്ചിരി മധുരത്തിന് വേണ്ടിയാണ്. ആ പുളിയും മധുരവും, അപ്പോൾ ഇച്ചിരി മധുരവും കൂടി ഇടുമ്പോൾ നല്ല സെറ്റാകാനായിട്ടാണ്. ഒരു ഇച്ചിരി വേണ്ടവർക്ക് ഇട്ടാൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ കുറേശ്ശെ ഇത് ചേർത്ത് കൊടുക്കുന്നത്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടായിരുന്നല്ലോ, മിക്സിയിൽ അരച്ച് വെച്ചിരുന്നത്, ആ പൊടിയാണ് ഇടയ്ക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ട് ഇളക്കി നമ്മൾ ഈ കറി അങ്ങനെ റെഡിയാക്കി എടുക്കണം. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഈ കറി വെക്കാൻ വളരെ ഈസിയാണ്. ഏതിൻ്റെ കൂടെ ഈ കറി സ്യൂട്ടാകും. ഈ കറി ഒന്ന് ചെയ്ത് നോക്കണം. കൂടെ പച്ചരിയും ചെറുപയർ പരിപ്പൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമായതുകൊണ്ട് അത് വെച്ച് നെയ്യും ഉപ്പും ഇട്ട് അതും ഒന്ന് ആ ചോറും ഒന്ന് വെച്ച് രാത്രിയിൽ ഡിന്നറിനാണേലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണേലും എപ്പോഴാണേലും ഉണ്ടാക്കി കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ചോറ് നന്നായിട്ട് വെന്തിരിക്കണം, നല്ല കുഴഞ്ഞിരിക്കണം. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന പോലെ വെക്കരുത്. കുറച്ചും കൂടെ വെള്ളം, നമ്മൾ സാധാരണ 2 ഗ്ലാസ് അരിക്കാണെങ്കിൽ നമ്മൾ 6 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയായിരുന്നു. ഇത് നന്നായിട്ട് കുഴഞ്ഞിരിക്കാനാണ് ഞാൻ 7 ഗ്ലാസ് വെള്ളം വെച്ചത്. 1 ഗ്ലാസ് പരിപ്പ്, 1 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 7 ഗ്ലാസ് വെള്ളമാണ്
ചേർത്തിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് നെയ്യിടണം. നെയ്യ് വിട്ട് ഉപ്പ് വിട്ട് വേവിക്കണം. ഞാൻ കുറച്ച് ഡയറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നെയ്യ് വളരെ കുറവാക്കി ഉപയോഗിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ഇടണം. ഇപ്പോൾ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചോറുമില്ലേ, അതിൽ നിന്ന് ഒരു തവി, ഒരു സ്പൂണല്ല, ഒരു തവി എടുത്ത് ഇതിലേക്കിട്ട് ഈ കറിയിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കറി ഒരിച്ചിരി ഒരു കുറുമ പരുവത്തിലിരിക്കണം. അപ്പോൾ അതിന് വെള്ളം ആവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്താണെന്ന് വെച്ച് ചേർത്ത് ആ കറി ആ രീതിയിൽ ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ വഴറ്റിയ തക്കാളി അതിലേക്കാണ്, കത്രിക്കയിലേക്കാണ് ഇപ്പോൾ വേവിച്ച് വെച്ച പച്ചരിയും പരിപ്പും നെയ്യിട്ട് വേവിച്ച് വെച്ചതാണ് ഒരു സ്പൂണല്ല, ഒരു തവി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറിയുടെ കളറും വ്യത്യാസവും എല്ലാം മാറിയിട്ടുണ്ട്. നേരത്തെ കുറച്ച് നല്ല റെഡായിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. അപ്പം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയെടുക്കണം. മറ്റേ പൊടി നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പൊടി ഇതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു പാൻ ചൂടായി അതിലേക്ക് നെയ്യാണ് ഊറ്റേണ്ടത്. ഞാൻ ഇപ്പം നെയ്യ് എനിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ നെയ്യ് ഊറ്റാത്തത്, വെളിച്ചെണ്ണ ഊറ്റുന്നത്. നെയ്യാണ് ഊറ്റേണ്ടത്. നെയ്യ് ഊറ്റിയിട്ട് നെയ്യ് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കുരുമുളക്, ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് നന്നായിട്ട് ചൂടാകാൻ വെക്കുക. അപ്പോൾ ചെറുതായിട്ട് പൊട്ടുന്ന പോലെ തോന്നും. ആ സമയത്ത് അതിലേക്ക് ചെറിയ ജീരകം അത് ഇട്ട് കൊടുക്കണം. അതും ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് വരെ വരണം. ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂണേ ഉള്ളൂ. ഇഞ്ചിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെ കാഷ്യൂനട്ട് നമുക്ക് ചെറുതായിട്ട് മുറിച്ചൊക്കെ ഇടാം. ഞാൻ പക്ഷേ ഇവിടെ ആരും വീട്ടിൽ കാഷ്യൂനട്ട് ഇങ്ങനെ ബിരിയാണിക്കകത്താണേലും ഒക്കെ ഇങ്ങനെ ഇടുന്നൊന്നും ഇഷ്ടമില്ല. അവരെടുത്തത് പിറക്കി മാറ്റും. അങ്ങനെ അവർക്ക് പിറക്കി മാറ്റാൻ സൗകര്യത്തിനാണ് അത്രയും മുഴുപ്പോടെ ഇട്ടേക്കുന്നത്. പിന്നെ കറിവേപ്പില. ഇപ്പോൾ ഈ നെയ്യ് ഒഴിച്ചാൽ നമ്മളിപ്പോൾ ഈ വഴറ്റുന്നെങ്കിൽ ഈ കറിവേപ്പിലയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് വേറൊരു സ്മെല്ലായിരിക്കും വരുന്നത്. നെയ്യൊഴിച്ച് വഴറ്റാൻ മറക്കണ്ട. അതിലേക്ക് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കണം. ഈ വഴന്നു വന്നിരിക്കുന്ന ഈ കുരുമുളക്, ജീരകം, പിന്നെ കാഷ്യൂനട്ട്, കറിവേപ്പില, ഇതിലേക്ക് കുറച്ച് നമ്മൾ കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇപ്പം നമ്മൾ ഈ മൂപ്പിച്ചെടുത്ത ഈ സംഭവം നമ്മൾ ആ ചോറിലേക്കിട്ട് ഇളക്കിയെടുക്കണം. അപ്പം നമ്മൾ നെയ്യൊഴിച്ച് വേവിച്ച ചോറാണിത്. അപ്പോൾ ഭയങ്കര വേറൊരു നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പം നിങ്ങൾ ഈ വഴറ്റുമ്പോഴും നെയ്യൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു സ്മെല്ലായിരിക്കും. നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇച്ചിരിച്ചെടുത്ത് കഴിക്കാൻ തോന്നും. ഇപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയും ഏകദേശം അതിൻ്റെയും പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ വെൺപൊങ്കൽ എന്ന് പറയുന്നത്. ഈ കറിക്ക് ഇവിടെ തമിഴിൽ പറയുന്നത് ഗൊച്ചു എന്ന് പറയും. പൊങ്കലും ഗൊച്ചും, ഈ കത്രിക്ക കറിക്ക് ഗൊച്ചു എന്നാണ് പറയുന്നത്. ഇത് തമിഴ്നാടുകാരുടെ ഒരു ഫേവറേറ്റ് ആണ്. ഇത് മലയാളീസിന് അത്രയ്ക്ക് അറിയത്തില്ല. നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്തു നോക്കണം. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. തമിഴ്നാട്ടിലുള്ള ഏത് ഹോട്ടലിൽ കയറി ചെന്നാലും നമുക്ക് കിട്ടുന്ന ഒരു ഡിഷാണ് ഈ പൊങ്കൽ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.